everyone, assalamu alaikum. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ഒരു എയർപോർട്ട് വിസിറ്റ് ആണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വാപ്പ, നമ്മുടെ അല്ല എൻ്റെ, അപ്പോൾ ഇന്ന് എൻ്റെ വാപ്പ വരുന്നുണ്ട്. എൻ്റെ ഡാഡി കൂൾ ഇന്ന് കൂളായിട്ട് നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാപ്പാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ ആദ്യം കോളേജിൽ പോയി, കാരണം വാപ്പാൻ്റെ ഫ്ലൈറ്റ് എത്ര 7 മണിയൊക്കെ ആകുമ്പോഴേ ലാൻഡ് ചെയ്യുള്ളൂ പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും ഉച്ചവരെങ്കിലും കോളേജിൽ കോട്ടെ എന്ന് വിചാരിച്ചു. അവനിപ്പം കോളേജ് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ നഗ്ന സത്യാരിന് വാപ്പാന്റെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് സുഹൈൽക്കാക്ക് വന്നപ്പോൾ സുഹൈൽക്കാക്കിന്റെ ഫ്ലൈറ്റും ഡിലേ ആയിരുന്നു. ഇപ്പൊ വാപ്പാന്റെ ഫ്ലൈറ്റും ഡിലേ ആണ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത്രയും നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇനി ഇപ്പൊ തന്നെ ഇൻട്രോ എടുക്കാം. യൂണിഫോമിൽ ജസ്റ്റ് ഓരോ ഫണ്ണായിക്കോട്ടെ എന്നിട്ട് യൂണിഫോമിൽ തന്നെ ഇൻട്രോ എടുത്ത് വെച്ചതാണ്. ഇനി ഞാൻ ചോറൊന്ന് കഴിക്കണം. ഞാൻ വന്നത് ഇൻട്രോ എടുക്കാൻ വേണ്ടി, എനിക്ക് അത്രയ്ക്ക് ആത്മാർത്ഥതയാണ്. അതുകൊണ്ട് ഇൻട്രോ എടുത്തിട്ട് ഇനി ചോറ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഡ്രസ്സ് മാറ്റി പുറപ്പെട്ട് പോകാം എന്നാണ് നമ്മൾ വിചാരിക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാപ്പൻ നാട്ടിലോട്ട് വരികയാണ് ഗൈസ്. കഴിഞ്ഞ വർഷം നമ്മൾ ഈ സാധനം സെയിം ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞ വർഷമായിരുന്നു. ഇനി ഈ വർഷം 2024 നമ്മുടെ വാപ്പ വരികയാണ് ഗൈസ്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. ആരും ഇവിടെ റെഡി ആയിട്ടൊന്നുമില്ല, കാരണം ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞല്ലോ. ആരും റെഡി ആയിട്ടില്ല, നമ്മളാരും റെഡി ആയിട്ടില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി എന്താ പറയാനുള്ളത് ഇനി. അപ്പോൾ സുമിതാത്തയും മുനീർക്കാക്കും ഒക്കെ വന്നിട്ടുണ്ട്. സുമിതാത്തയാണ് എനിക്കിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവളുടെ മുഖത്തി പുഞ്ചിരി എനിക്ക് എൻ്റെ മനസ്സിൽ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ സോയിൽക്കാക്കു നാട്ടിലുണ്ടല്ലോ. അപ്പം സോയിൽക്കാക്കുവിനെ നമ്മൾ കൊണ്ടുവരാൻ പോയപ്പോൾ വാപ്പയായിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം. പക്ഷെ ഇപ്രാവശ്യം വാപ്പാനെ കൊണ്ടുവരാൻ പോകുമ്പോൾ സോയിൽക്കാക്കു ആണുള്ളത്. ആകെപ്പാടെ കൺഫ്യൂഷൻ ആവുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാം, കഴിഞ്ഞ വർഷത്തിന്റെ ഒരു വീഡിയോ വേണമെങ്കിൽ പോയി ഇരുന്ന് കാണുക. ഓക്കെ, അത് വേഗം ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പൊ ഇനി എന്താ പറയാൻ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. അതിന്റെ ഒരു വ്ളോഗാണ് ഞാൻ എടുക്കാൻ പോണത്. നമ്മൾ എയർപോർട്ടിൽ ചെല്ലുന്നു, വാപ്പാനെ പിക്ക് ചെയ്യുന്നു, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇനി കുറെ നീട്ടി വലിച്ചിട്ട് ഞാൻ പറയണില്ല. ഞാൻ ഇനി ഇതൊക്കെ മാറ്റിയിട്ടൊന്ന് ഫുഡ് കഴിച്ചിട്ട് എന്നിട്ട് ഞാൻ റെഡി ആണാൻ പോണതും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കണതായിരിക്കും. അപ്പൊ ഞാൻ ഇന്ന് പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഇതാ ഗൈസ്, ഞാൻ എന്താ റെഡി ആയി കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെടാൻ നിന്നപ്പോ ചെറിയൊരു മഴ പെയ്യണ പോലെ ഉണ്ട്. പിന്നെ വാപ്പാക്ക് മെസ്സേജ് ഇട്ട് നോക്കിയപ്പോ വാപ്പ ഇതുവരെയായിട്ട് അവിടുന്ന് കേറിയിട്ടില്ല. പിന്നെ നമ്മള് നേരത്തെ ആകുമോന്നൊരു സംശയം. നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന അന്തം വിട്ടിട്ടാണ് ഇരിക്കണത്. പക്ഷെ വാപ്പ ഇതുവരെയായിട്ട് ഫ്ലൈറ്റിൽ കയറാത്തോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അല്ലേ അമ്മ? അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പുറത്തിറങ്ങാന്ന് വിചാരിച്ചപ്പോ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാൻ പുറത്ത് നല്ല മഴ പെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? കൊടയാണെങ്കിൽ സുഹൈൽക്കാക്കും മുനീർക്കാക്കും അതെടുത്തിട്ട് പോയി ആ കൊടയിട്ട്, കാരണം വണ്ടി മുകളിലാണ് നിർത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. നമ്മൾ 3 ഇവിടെ നെടുങ്ങാൻ നിൽക്കാണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ വാപ്പ അവിടെ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് കയറാത്തോണ്ട് കുഴപ്പമില്ല, അല്ലേ നമുക്ക്? അതല്ലേ, അത്രേ ഉള്ളു. ഇവരെല്ലാരും എന്റെ തൊള്ളയിൽ നോക്കിയിരിക്കാണ്. ഞാൻ എന്താ പറയാ നോക്കിട്ട് എല്ലാവരും കുടിച്ചിട്ടല്ലേ. നാളെ മുതൽ അപ്പൊ നമ്മുടെ വീട്ടിൽ ഇനി എല്ലാരും ഉണ്ടാവും ഗൈസ്. നമ്മൾ 5 ആൾക്കാരും പിന്നെ സുമിതന്റെ ഹസ്ബൻഡിനെ കൂട്ടി 6 ആൾക്കാരായിരിക്കും ഇന്ന് മുതൽ ഉണ്ടാകുക. അവിടെ ഇവിടെ ബഹളം തിരക്കും ആകെപ്പാടെ തിരക്കി കാലം ഇനി മുതൽ കുടിയില്. അത് വേറെ കാര്യം. എന്റെ താതാരി ചേച്ചടി ഇത്രയും കാലം ഞാനും ഇമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇടയ്ക്ക് സുമിതാത്ത അങ്ങനെ വരും, എന്നിട്ട് പോകും. അങ്ങനെയായിരുന്നു. ഇനി നമ്മൾ എല്ലാവരും ഉണ്ട് ഗൈസ്. ഇവര് വേറെ കുപ്പിയൊക്കെ എടുക്കുന്നുണ്ട്, കുപ്പിയിൽ വെള്ളം. പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ല. എനിക്ക് എൻ്റെ ഈ കുപ്പിത്തെ വെള്ളമാണ് കുടിക്കണതാണ് ഇഷ്ടം. വാപ്പ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്നെ അങ്ങനെ കുപ്പി വെള്ളം കുടിക്കാൻ കണ്ടിട്ട് പൈപ്പിന്റെ ചോട്ടിൽ പോയി കൊണ്ടേ നിർത്തിന്നേന്നൊക്കെ പറയും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ വാപ്പ പറയുമ്പോ അതൊരു കോമഡി ആയിരുന്നു, ഞാൻ പറയുമ്പോ കോമഡിക്ക് തോന്നുന്നില്ല, അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇതെടുത്തുക്കണം. പിന്നെ ഒരുക്ക് വേണ്ടിയിട്ട് വേറെ 2 ലിറ്ററിന്റെ ഒരു ബോട്ടിലിൽ ഒരു വെള്ളം എടുത്തുക്കണം. ഇതെനിക്ക് മാത്രമുള്ള വെള്ളം. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേട്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴ പെയ്യുന്ന സൗണ്ട് ഉണ്ട്. അത്രക്കും നല്ല മഴയായിരുന്നു. അത്രയും നേരമല്ലാതെ പെട്ടെന്നായിരുന്നു മഴ പെയ്യൽ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മഴ നിൽക്കണ വരെ, മഴ നിൽക്കുമല്ലേ എന്ന് അറിയാണ്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അങ്ങനെ മഴ നിൽക്കണ ഒരവസ്ഥ നമ്മൾ കാണില്ല. കണ്ടോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ കൂടുക അല്ലാതെ കുറയണത് കാണാനില്ല. ഞങ്ങളിപ്പോൾ ഇത് എന്ത് ചെയ്യും? കുടയാണെങ്കിൽ അവരെടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആകെപ്പാട് അന്തം വിടലായി എല്ലാവരും പാടെ. മഴ നിൽക്കുമോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് കുടീൻ്റെ
ഉമ്മരത്ത് എല്ലാവരും ഞങ്ങൾ 3 ആളും നിരങ്ങനെ നിൽക്കായിരുന്നു. അങ്ങനെ സുന്ദാത്ത റെയിൻ കോട്ട് ഇട്ടിട്ട് പോകാറുണ്ട്. ഓള് ഫസ്റ്റ് ഫ്രണ്ടിൽ പോയി. അപ്പം ഞങ്ങൾക്ക് അപ്പോഴും വേറെ സാധന സാമഗ്രികളില്ല. അങ്ങനെയാണ് പിന്നെ വണ്ടിയിൽ വേറെ റെയിൻ കോട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർത്തത്. പിന്നെ ഒരു എക്സ്ട്രാ കൊട നമ്മുടെ വീട്ടിലുണ്ട്. അപ്പം ഞാൻ റെയിൻ കോട്ട് ഇട്ടിട്ട് ഉമ്മ കൊടയിൽ വരാം എന്ന് വിചാരിച്ചു. അങ്ങനെയായിരുന്നു എൻ്റെ പദ്ധതി. പക്ഷെ എൻ്റെ ചില പദ്ധതികൾ എവിടെയോ പൊളിഞ്ഞു. അത് ഞാൻ പറഞ്ഞു തരാം. പക്ഷെ പിന്നീട് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ പോയാൽ മുഖം നനയുമല്ലോ, അപ്പം നമ്മൾ ആകെപ്പാടെ കൊളാകുമല്ലോ. അപ്പം ഞാൻ അടുത്ത വീട്ടിലെ അമ്മച്ചേച്ചിൻ്റെ ഇരുന്ന് ഒരു കുട വാങ്ങിയിട്ട് റെയിൻ കോട്ടും കൈ പിടിച്ചിട്ട് ഞാൻ റെയിൻ കോട്ടും കൊടയും ഇമ്മ കൊടയിലും വന്നു. ഞാൻ അതിലേറെ ബുദ്ധി പ്രയോഗിച്ചു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി. അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഫോണ് നനയുമല്ലോ, ആകെപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ട് ഞാൻ അത്രയും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ഫോണൊക്കെ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാൻ മെല്ലെ വണ്ടിയിൽ കയറി. നമ്മൾ സുന്ദാത്ത ആദ്യം തന്നെ പോയിരുന്നു, പിന്നെ അമ്മ വണ്ടി കയറി. അങ്ങനെ നമ്മളെ യാത്ര ആരംഭിച്ചു. കുറച്ചും കൂടെ എത്തിയപ്പോഴത്തേനും മഴയ്ക്ക് ചെറിയൊരു ആക്കുണ്ടായിരുന്നു. കോളേജിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോഴത്തേനും തീരെ മഴ ഒക്കെ പോയൊരു മട്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മുടെ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ട് കാലിക്കറ്റിക്കാണ് നമ്മൾ പോണത്. കാക്കുവിനെ കൊണ്ടുവരാൻ പോകുമ്പോഴും ഇങ്ങനെ ഞാൻ ഏത് എയർപോർട്ടിലേക്കാണ് പോകണമെന്നുള്ളത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇപ്പോൾ ഏത് എയർപോർട്ടിലേക്കാണ് പോകണമെന്ന് ഓർമ്മിച്ച് പറഞ്ഞാണ് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിലേക്കാണ് പോണത്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ട് പോകാനൊരു വേറൊരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് പോണത്. കാരണം മഴ ഇങ്ങനെ തുള്ളികളായിട്ട് വീഴുന്നു. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്ത് കാഴ്ചകൾ കാണുന്നു. ചില ആൾക്കാർ മഴയൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ നനഞ്ഞിക്കുള്ളിരുന്ന് പോകുന്നു. കാണാനൊരു പ്രത്യേക രസമാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഉമ്മ കാണായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ ഒരു ഷോപ്പാണ്, ഫാമിലി വെഡ്ഡിങ് ഷോപ്പിംഗ് സെൻറ്റർ അങ്ങനെ എന്തോ ആയിരുന്നു. ഇങ്ങോട്ട് പോയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ അവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടോയെന്ന് വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഗൈസ്. സുഹൈൽ കാക്കു വന്നിട്ട് 4 ദിവസം കൃത്യം 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വാപ്പ വരുന്നുണ്ടായിരുന്നു. അതായത് 1-ാം തീയതി ആയിരുന്നു വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ ഞാൻ വാപ്പ വരുന്ന വീഡിയോ ഇടാൻ കുറച്ചൊരു ഒരാഴ്ച ലേറ്റായി. നമ്മൾ കുറച്ചിങ്ങോട്ട് അവിടെ ഇവിടെയും തിരക്കിൽപ്പെട്ടു ഗൈസ്. അതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് വന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് ചായ കുടിച്ചാലോ എന്നുള്ള അങ്ങനെ ത്വര വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മളൊരു ചായക്കടയിൽ നിർത്തി ചായ കുടിക്കാൻ വിചാരിച്ചിട്ട്, നേരത്തെ മഴ പെയ്യുന്ന കണ്ടപ്പോൾ തന്നെ ഒരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് എൻ്റെ മനസ്സിങ്ങനെ ഉരുവിട്ടിരുന്നു. പിന്നെ ഞാൻ പുറത്തൊന്നും പറഞ്ഞില്ല, എന്തിനാ വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിക്കണേ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചായ എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അപ്പം ഞാനും പറഞ്ഞു ചായ എന്ന്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ചായക്ക് കടി വേണമല്ലോ, വെറുതെ ചായ മാത്രം പോരല്ലോ. അതിനാണ് ഞാൻ അങ്ങനെ ഓരോന്ന് പിറുപിറുക്കാണ് എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഞാൻ സമൂസ വാങ്ങി, പിന്നെ ഒരു കട്ട്ലേറ്റും വാങ്ങി. ഒരു സമൂസയും പഴംപൊരിയായിരുന്നു വാങ്ങിയത്. ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയതുകൊണ്ട് സമൂസയും കട്ട്ലേറ്റുമാണ് ഞാൻ പറഞ്ഞത്. കട്ട്ലേറ്റ് പക്ഷേ എന്തോ ഒരു ചെറിയൊരു പകപ്പിഴകൾ എവിടെയോ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് ആരുടെ അടുത്തും പറഞ്ഞില്ല. മെയിനായിട്ട് ഞാൻ ഒറ്റക്കാണല്ലോ കട്ട്ലേറ്റ് വാങ്ങിക്കണത്. അപ്പോൾ ചിലപ്പോൾ കൊളയിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. എനിക്കതൊന്നും കേൾക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ സമൂസയും കട്ട്ലേറ്റും തിന്നിട്ട് മുണ്ടാതെ കുത്തിരുന്നു. പിന്നെ ചായയും കുടിച്ചു. സന്തോഷം, സമാധാനം. പക്ഷേ സമൂസ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സമൂസ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സുഹൈൽക്കാക്കും മുനീർക്കാക്കും ഒക്കെ പുറത്തിറങ്ങിയിട്ട് ചായ കുടിച്ചു. നമ്മൾ വണ്ടിയിലിരുന്നിട്ട് കുടിച്ചു. പുറത്തൊക്കെ ഇറങ്ങി എന്തിനാണ് വെറുതെ സമയം വേസ്റ്റ് അല്ലേ. അതിൻ്റെ ഇടയിൽ വാപ്പ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ നേരത്തെയാണ് എയർപോർട്ടിൽ എത്തുക. അതുകൊണ്ട് നമ്മൾ മെല്ലെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ ഫ്ലൈറ്റ് ഒന്ന് പോണത് ഞാൻ കണ്ടിരുന്നു. അതൊന്ന് പകർത്താൻ ശ്രമിച്ചിരുന്നു. ചെറിയൊന്ന് പാളിയിരുന്നു. എന്നാലും ഒരു മിനിക്കം പോലെ അവിടെ കണ്ടില്ലേ ആകാശത്ത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നേരെ കിട്ടിയില്ല, ഞാൻ വിചാരിച്ച പോലെ കിട്ടിയില്ല. എന്നാലും കിട്ടിയെന്ന് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ആക്കി. അങ്ങനെ നമ്മൾ അവസാനം എയർപോർട്ട് റോഡിലെത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരം പുറത്ത് നിർത്തിയിട്ടു. കാരണം നമ്മൾ നേരത്തെ ആയിരുന്നു ഗൈസ് എത്തിയിട്ടുണ്ടായിരുന്നത്. വാപ്പ എന്തായാലും ലാൻഡ് ചെയ്യാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്ത് വെറുതെ നിന്നു. അപ്പോൾ പിന്നെ സുന്ദാത്തിയും സുഹൈൽക്കാക്കൊക്കെ വെറുതെ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങിയില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. എനിക്ക് ഇങ്ങനെ ഉള്ളിലൊക്കെ ഇരിക്കണതാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ പുറത്ത് പോയി അങ്ങനെ കുറേ കാറ്റ് കൊള്ളുക അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമൊന്നുമല്ല. ഞാൻ എല്ലാവരിൽ നിന്നും വളരെ ഇവരൊക്കെ വേറെ രീതിയിൽ ചിന്തിക്കണം. ഞാൻ വളരെ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളാണ്. ഇവരെ വെച്ച് നോക്കുമ്പോൾ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തള്ള വൈബ് ആയിക്കണമെന്ന്. എന്നാലും പിന്നെ ഞാനത് അറിയാത്ത പോലെ അഡ്ജസ്റ്റ് ആക്കി കൊണ്ടുപോകും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. പിന്നെ നമ്മൾ പാർക്കിങ്ങിൻ്റെ കുറച്ച് ഇതിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ പെട്ടു. കാരണം അന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ വണ്ടികളും ആളുകളായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് ഇവരിനെയൊക്കെ പിടിച്ചിട്ടൊന്ന് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഞാൻ ഓരോനെയൊക്കെ വലിച്ചു കൂട്ടി ഓരോനെയൊക്കെ ഒന്ന് എടുത്തു. പിന്നെ നമ്മളിനി എയർപോർട്ടിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകാം എന്നുള്ളതിൽ, ഉള്ളിലേക്കല്ല അവിടെ പുറത്ത് ആളുകൾ വരുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ സ്പീഡിൽ പോകണമെന്ന് തോന്നും, കാരണം ഞങ്ങൾ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് ഗൈസ്. അത്രയേ ഉള്ളൂ പ്രശ്നം. അങ്ങനെ അവിടേക്ക് എത്തിയിട്ട് ഞങ്ങളുടെ വാപ്പ എത്തിയിട്ടില്ല, ഫ്ലൈറ്റ് ഡിലേ ആണ് എന്ന് അവിടെ
കാണിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇതിവിടെ നിൽക്കുകയാണ്, വെറുതെ ഒരു പട്ടി ഷോക്ക് വേണമെങ്കിൽ നിൽക്കാം എന്നുള്ള രീതിയിൽ. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് മാറിയാൽ വേറെ ആൾക്കാർ വന്ന് നിൽക്കും, അപ്പോൾ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറിയത് തന്നെയല്ല. അവരൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ അവിടുന്ന് മാറില്ല. കാരണം എനിക്ക് എൻ്റെ സ്ഥലം കളയാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിന്നു. കുറേ നേരം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു, ഞങ്ങളുടെ വീഡിയോ എടുത്തു. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്ന വീഡിയോ ഞാൻ എടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പോയി ഇരുന്നാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അഥവാ സ്ഥലം പോയാലോ പിന്നെ നമുക്ക് ഒരു ഇവിടെ നിൽക്കുമ്പോഴാണ് ആ ഒരു ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു വൈബ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. പിന്നെ അതാ ഈ സാധനമൊക്കെ പോണത് കണ്ടിട്ട് ഇതിങ്ങനെ പോണത് കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ വെറുതെ ഒന്ന് എടുത്തതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ കുറേ ആൾക്കാർ വരുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചപ്പോൾ അതിന് നമ്മുടെ വാപ്പ വരുന്നു. പക്ഷേ അതെന്തോ ദോഹേ അവിടുന്ന് ഇവിടുന്നോ ഉള്ള ആൾക്കാരായിരുന്നു. അത് നമ്മുടെ ഡാഡിയുടെ ഫ്ലൈറ്റ് എന്നുള്ള ആൾക്കാരല്ലായിരുന്നു തോന്നുന്നു ഗൈസ്. അങ്ങനെ പിന്നെ നമ്മുടെ വാപ്പാക്ക് വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണയും ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിത് കുറേ നേരം കാത്തിരുന്നു കേട്ടോ വാപ്പ വരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർ വരുമ്പോഴും അത് വാപ്പയാണോ ഇത് വാപ്പയാണോ എന്ന് നോക്കിയിരുന്നു നമ്മളുടെ പണി. കാരണം വരുന്നതിലൊന്നും വാപ്പാനെ കാണുന്നില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നാണ് വാപ്പ വരുന്നു എന്ന് കാണുന്നത്. അപ്പത്തിന് ഞാൻ വേഗം വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചു. കാരണം ദുബായിൽ നിന്ന് ഇങ്ങനെ വരുന്ന ലഗേജൊന്നും നമ്മൾ കണ്ടതുമില്ല. അപ്പോൾ നമ്മളാകെ അന്തം വിട്ടു. കാരണം വാപ്പ ആദ്യം ഇറങ്ങി വന്നു തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാഡി കൂൾ അങ്ങനെ കൂളായിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ഇനി അങ്ങോട്ട് പോകണമല്ലോ. അതുകൊണ്ട് നമ്മളിനി നടന്നിട്ട് വാപ്പാൻ്റെ അടുത്ത് പോവുകയാണ്. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡാഡിയും നമ്മൾ മീറ്റ് ചെയ്തു ഗൈസ്. പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് ചുള്ളനായിട്ടാണ് നമ്മുടെ ഡാഡി നാട്ടിലെത്തിയിരുന്നത്. അങ്ങനെ നമ്മൾ കണ്ടതും പോയി കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ വാപ്പാൻ നമ്മൾ വരവേറ്റു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാപ്പാൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നേരെ പോവുകയാണ്. ഇനി വണ്ടി കയറി വീട്ടിൽ പോകുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ വാപ്പാൻ്റെ വീഡിയോ ഒക്കെ പിടിച്ചാൻ ശ്രമിച്ചിരുന്നു. വാപ്പ ഒരു മൈൻഡും അല്ലാതെ പോയി. അങ്ങനെ നമ്മുടെ കപ്പിൾസിനെ നമ്മൾ എന്തായാലും എടുത്തിട്ടുണ്ട് കേട്ടോ. അവർ നമ്മൾ മറക്കാൻ പറ്റില്ല. ഇവരാണ് നമ്മുടെ ഇന്നത്തെ താരങ്ങൾ, നമ്മുടെ അമ്മയും വാപ്പയും. അങ്ങനെ പിന്നെ നമ്മൾ 4 ആളും, എനിക്ക് ഈ ഫ്രെയിം നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ 4 ആളും പോണത് റിയലി ലൈക്ക്. ഇമ്മ കേട്ടോ ആ വീഡിയോ എടുത്തിരുന്നത്, അതാണ് ഉമ്മ ഇല്ലാത്തത്. നമ്മളെ 4 ആൾ ഇമ്മയായിരുന്നു വീഡിയോ എടുത്തിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ കാറിന് വേണ്ടിയിട്ട് മുനീർക്കാക്കുവാണെങ്കിലും കാർ എടുക്കാൻ വേണ്ടിയിട്ട് വാപ്പാനെ കണ്ടിട്ട് കാർ എടുക്കാൻ അങ്ങോട്ടും പോയി. അപ്പോൾ പിന്നെ ഇനി നമ്മൾ മുനീർക്കാക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ വാപ്പ ഫ്ലൈറ്റിൽ കൂടെ വന്ന കാര്യം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് വർത്താനം പറയുന്നതിൻ്റെ ഇടയ്ക്കിൽ ഇങ്ങനെ പോകും, ക്യാമറ ഇട്ട് വിളിച്ചും കൊണ്ട് ഞാൻ പോകും. അതിൻ്റെ ഇടയിൽ ഓരോ വർത്താനമൊക്കെ നിർത്തിയിട്ട് വരും. നമുക്ക് ചിരിച്ചു തരും. അത് ചിരിച്ചു തരുന്ന തന്നെ എന്തോ ഒരു സമാധാനം എന്നിങ്ങനെ ആലോചിക്കും. അങ്ങനെ ഞാൻ വാപ്പാൻ്റെ ഫോണൊന്ന് ജസ്റ്റ് തുറന്നു നോക്കി. അപ്പോൾ വാൾപേപ്പർ നോക്കി നോക്കൂ ഗൈസ്. ഞങ്ങളുടെ ഏറ്റവും പണ്ടത്തെ ഒരു ഫോട്ടോ ആണ് ഞങ്ങളുടെ 4 ആളുടെയും വാപ്പാൻ്റെ. ഇപ്പോഴും വാപ്പാൻ്റെ വാൾപേപ്പർ അതാണ്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ വന്നിട്ട് വാപ്പാൻ്റെ ലഗേജൊക്കെ വണ്ടീൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മളെല്ലായിടത്തും ഇരിക്കേണ്ടടത്തൊക്കെ ഇരുന്നിട്ട് നമ്മൾ സെറ്റിൽഡ് ആയി ഗൈസ്. ഞാൻ ആകെ ഇപ്പോൾ ഈ വീഡിയോ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ആകെ ചെയ്യണം ഈ തംസപ്പ് ചെയ്യാണ്. എൻ്റെ എല്ലാ ഓരോ ക്ലിപ്പിലും ഞാൻ ഈ സാധനം ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾ എൻ്റെ അടുത്ത് ക്ഷമിക്കണം, ഞാൻ അറിയാതായി വന്നു പോവാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ പോണതിൻ്റെ ഇടയിൽ നല്ല തിരക്കായിരുന്നു. എല്ലാവരും ഓണടിച്ചിട്ടും കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കുറേ നേരം ഒരു 10-15 മിനിറ്റ് അവിടെ തന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കേണ്ടിയിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വാപ്പ ഒരു ചായ കുടിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വാപ്പ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. വാപ്പാക്ക് ആദ്യം ചായ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊക്കെ നിർബന്ധിച്ചിട്ട് പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനും പോകാമെന്ന് പറഞ്ഞു. കാരണം വാപ്പ ഫ്ലൈറ്റിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പോൾ നല്ല നേരവും ഒഴുകുമല്ലോ. അങ്ങനെ വാപ്പാൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊരു നല്ല ഇതിലൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനും കയറി. കൃത്യം പറഞ്ഞാൽ വാപ്പ ഒരു 9 മണി 9:15 ആയപ്പോഴാണ് വാപ്പ എത്തിയത്. അപ്പോൾ പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേനും ഏകദേശം ഒരു 12 മണി അടുത്താവും നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഫുഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി നമ്മുടെ മെയിൻ. ഇത്രയും നേരം നമ്മൾ വാപ്പ വരാൻ വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്. അങ്ങനെ കുറേ പാത്രമൊക്കെ തുടച്ചിട്ട് നമ്മളിരുന്നു. കാരണം ഫുഡ് വരുന്നവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് തുടച്ചും കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൈര്, അച്ചാർ അങ്ങനത്തെ കുറേ വന്നു. പിന്നെ മയോണൈസ്, സോസ്, സാലഡ് അങ്ങനത്തെ കുറേ ടീമുകൾ വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി, മന്തിയൊക്കെ വന്നു. ഞാനും വാപ്പിയും ബീഫ് ബിരിയാണി ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ ഒരു മന്തി ആയിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ നേരത്തെ അന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മന്തി ഇപ്പോൾ വല്ലാതെ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ബിരിയാണി പറഞ്ഞു. പിന്നെ വാപ്പാക്കും മന്തി വേണ്ടായിരുന്നു. അപ്പോൾ വാപ്പയും ബിരിയാണി തന്നെ പറഞ്ഞു. ഒരു മന്തിയും ഇതൊക്കെ
കഴിച്ചു. അങ്ങനെ പിന്നെ അരമണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കാലിയാക്കി നമ്മൾ ഇനി കൈ കഴുകി നീച്ചു പോന്നു. അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ, അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്ത് ഇങ്ങനെ കുറച്ച് നേരം ഒന്നും കൂടുതൽ ആൾക്കാരൊന്നുമില്ല. എനിക്കിങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കണത് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര എന്തൊക്കെയൊരു പോലെയാണ്. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ നമ്മൾ വണ്ടി കയറിയിട്ട് ഇനി നമ്മുടെ യാത്ര തുടങ്ങുകയാണ്, നമ്മുടെ വീട്ടിലോട്ടുള്ള യാത്ര. എല്ലാവരും കുഴഞ്ഞ് കുടിയൊക്കെ എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ വ്ളോഗ് പണ്ടാരെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വേർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതന്നെ എൻ്റെ കയ്യിൽ ഈ സാധനം തന്നെ വരുന്നുള്ളൂ. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂല ഗൈസ്. ഞാൻ കാട്ടിയിട്ട് എൻ്റെ കൂടെയുള്ള എല്ലാവരും ഇത് ചെയ്യൽ തുടങ്ങി. സോൽക്കാക്കും ഉമ്മി വാപ്പയൊക്കെ അപ്പം ഇത് ചെയ്യൽ തുടങ്ങിക്കണു. സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഉറക്കം വരൽ തുടങ്ങി. അങ്ങനെ ഞാൻ വാപ്പാൻ്റെ തോളത്ത് കുറച്ച് നേരം കിടന്നുറങ്ങി. അതിൻ്റെ അമ്മ വളരെ വിദഗ്ധമായി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂപ്പർ. ഞാനിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ വീഡിയോ കണ്ടത്. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു, വേറെ ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻ്റെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ ഉണർന്നു, ഇവരൊക്കെ തട്ടി നീപ്പിച്ചു. അങ്ങനെ നമ്മുടെ കുടിയിലെത്തി. നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ നിന്നുകൊണ്ട് തന്നെ 1 മണി 2 മണി അടുത്തായിരുന്നു നമ്മൾ വീട്ടിലെത്തിയത്. അങ്ങനെ പിന്നെ വാപ്പാനെയും കൊണ്ട് ഞാൻ ബായൊക്കെ പറയിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.